Miss. Good afternoon. Good afternoon, Miss. Good afternoon, all. All of you, please mark your attendance. How are you, Miss? Fine, I'm fine. What about you? Good afternoon, Miss. Good afternoon. All of you, please type your attendance. Type it, Miss. Okay. Turn on your videos. All of you turn on your videos. Alan, Jomelangela, Alan. So now let's continue our lesson. Are you ready? Yes. So where did we stop in the last class? I think page number 45, isn't it? Page number 45. All of you take page number 45. Turn on your videos. Video off ആക്കിയിട്ടിരിക്കുന്നവരെല്ലാവരും video on ആക്കി. Okay. In the last class, we have discussed about articles. Which are the articles? Articles ഏതെല്ലാമായിരുന്നു? A and then one more article. Miss, page number? Page number 45. Articles are a and the. Okay, a and the. So we use a or an in case of general things. While we are talking about general things, general ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ a അല്ലെങ്കിൽ an യൂസ് ചെയ്യുന്നത്. Page number 45. Okay, then the next article is the. The is used when we are talking about a specific noun. Okay, നമ്മളൊരു പ്രത്യേക കാര്യം പറയുമ്പോൾ എന്താണ്? For example, you can see the house with the blue gate is Malas. The house നമുക്ക് ഉറപ്പാണ്. The house specific ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ the ചേർത്തത്. The house with the blue gate is Malas. Okay, നീല ഗേറ്റ് ഉള്ള വീട് മാലയുടെ വീടാണെന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ്, സ്പെസിഫിക് ആണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദ, അതുകൊണ്ടാണ് നമ്മൾ ദ ഉപയോഗിച്ചിരിക്കുന്നത്. We use the article noun in case of a specific thing, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ എയും ആനും ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എ ബോയ്, എ ബോയ്, ഒരു ബോയ്, ഏതോ ഒരു ബോയ്, നമുക്കറിയില്ല. എ ബോയ്. ഓക്കെ, ജനറൽ ആയിട്ട് നമ്മൾ പൊതുവെ പറയില്ലേ, അതേപോലെയാണ്. എക്സാമ്പിൾ കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ സീ വർക്ക്ഷീറ്റ്, ദാറ്റ് ഈസ് fill in the blanks with a, an or the. If no article is not needed, put a cross. You can see the activity. Activity കാണുന്നില്ലേ? വർക്ക്ഷീറ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ fill in the blanks with a, an or the. If no article is needed, put a cross. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ you should fill this gaps with suitable articles. ചേരുന്ന ആർട്ടിക്കിൾസ്. ഒന്നെങ്കിൽ എ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ആൻ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ദ ആയിരിക്കും വേണ്ടത്, ദി ആയിരിക്കും വേണ്ടത്. സോ ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അവിടെ എഴുതുക. യു ഷുഡ് ചൂസ്
the proper articles. In some cases there is no need of using articles. Articles വേണ്ടാത്ത സ്ഥലത്ത് ഒരു ക്രോസ് ഒരു തെറ്റ് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, മീന ഹാഡ് ഡാഷ് എഗ്. എന്തായിരിക്കും വരിക? The egg. നോട്ട് ദ എഗ്. ഒരു യെസ്, egg അല്ല, An egg. an egg, because you can see egg begins with the vowel letter e. ഈലല്ല തുടങ്ങുന്നത്, അപ്പൊ നമ്മള് എ എന്ന് പറയില്ല, an egg എന്നാണ് പറയുക. മീന had an egg. ഓക്കെ, അവിടെ എല്ലാരും ആൻ എഴുതുക, വേഗം എഴുതുക, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. മീന had an egg dash toast. എ ആയിരിക്കോ, ആൻ ആയിരിക്കോ, ദ ആയിരിക്കോ വരിക? എ ടോസ്റ്റ്. യെസ്, വെരി ഗുഡ്. എ ടോസ്റ്റ്. Page number 45. Meena had an egg, a toast, and dash glass of milk for breakfast. A glass. Yes, a glass of milk for breakfast. So fill there a. A എഴുതുക അവിടെ. ഓക്കെ, കിട്ടിയില്ലേ? ആർക്കും കിട്ടാത്തില്ലല്ലോ? കിട്ടാത്തവരുണ്ട് ഇപ്പൊ തന്നെ ചോദിക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒന്നാമത്തെ പറയൂ, മിസ്സേയും ചോദിക്കല്. കിട്ടാത്തവരുണ്ടോ ആരെങ്കിലും? First line, second, third one. Okay, I will read it once more. Please listen carefully. ഞാൻ ഒന്നും കൂടി വായിക്കാം. കിട്ടാത്തവർ എഴുതി വെച്ചോ. മീന had an egg. An egg. A toast. A toast and a glass of milk for breakfast. Okay. Then second one. രണ്ടാമത്തിലേക്ക് പോവാണ്. Now we are moving to the second one. That is, her mother offered her dash cereal and dash juice. Her mother offered her. No. Da alla. A അല്ല. ആനും അല്ല. എയും ആനും ക്രോസ് ആണ്. അവിടെ ഒന്നും ഉപയോഗിക്കണ്ട. ഹെർ മദർ ഓഫേർഡ് ഹെർ സിറിയൽ. ധാന്യങ്ങളാണ് സിറിയൽ എന്ന് പറഞ്ഞാൽ, ധാന്യങ്ങൾ. അമ്മ ധാന്യങ്ങൾ കൊടുത്തു, ഓഫർ ചെയ്തു. ആൻഡ് ഡാഷ് ജ്യൂസ്. അവിടെ എന്തായിരിക്കും വേണ്ടത്? അവിടെ ഒന്നും വേണ്ട, അവിടെ ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ രണ്ട് സ്ഥലത്ത് ഒന്നും വേണ്ട, ക്രോസ് ഇട്ടാൽ മതി, ഒരു തെറ്റിട്ടാ മതി. യു ക്യാൻ പുട്ട് എ ക്രോസ് ദയർ. കിട്ടിയില്ലേ? ടോഷിൻ മാർക്ക് ചെയ്യുന്നില്ലേ? ഒന്നും കൂടെ പറയാം മിസ്, എനിക്ക് ഇപ്പഴാ ക്ലാസ് കിട്ടിയ നെറ്റ് പ്രോബ്ലം കാരണം. ഒന്നാമത്തേത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, പേജ് നമ്പർ 45. ഓക്കെ, 45ാമത്തെ പേജിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതില് മീന ഹാഡ് കഴിഞ്ഞിട്ട് ആൻ എഴുതും. പേജ് നമ്പർ 45. മീന ഹാഡ് ആൻ എഗ്. പിന്നെ വരുന്നത് എ ടോസ്റ്റ്. അവിടെ എ എഴുതിയാൽ മതി. എ ടോസ്റ്റ് ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആണ്, അത്രേ ഉള്ളൂ അവിടെ. രണ്ടാമത്തേൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ ക്രോസ് ഇടുക, ഒരു തെറ്റിട്ടാ മതി. ഹർ മദർ ഓഫേർഡ് ഹെർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോസ് ഇടുക. പിന്നെ സിറിയൽ ആൻഡ് ക്രോസ് ഇട്ടിട്ട് ജ്യൂസ്, അത്രേ ഉള്ളൂ. അത്രേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തേത്, now we are moving to third one. That is, after breakfast Meena went to dash bus stop with her mother.
എന്തായിരിക്കും അവിടെ വരിക? What will be the answer? The. Yes. After breakfast, Meena went to the bus stop with her mother. Page number 45. Okay. The bus stop with her mother. അവിടെ എന്താണ് ദ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങോട്ടാണ്? ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ജനറൽ ആയിട്ട് പൊതുവെ പറയുന്നതല്ല, നിനക്ക് അറിയാവുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ പോകുന്നതുകൊണ്ടാണ് ദ സ്പെസിഫിക് ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. സോ ദെൻ നാലാമത്തേത്, there was dash bench at dash bus stop. Dash bench എന്തായിരിക്കും? There was bench. A bench. A bench. A bench. അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. There was a bench at the bus stop. ജൂലിയറ്റ് എഴുതുന്നില്ലേ? Okay. There was a bench at the bus stop. Meena sat on dash bench with her friends. അവിടെ എന്തായിരിക്കും പറയുന്നത് വേണ്ടത്? Not a bench. A bench അല്ല ഇവിടെ വരുന്നത്. അതെന്താണ്? No, the bench. There was a bench at the bus stop. Bus stopil എന്തായിരുന്നു? ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ഒരു ബെഞ്ച് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. A bench. Okay. അത് നെക്സ്റ്റ് സെന്റൻസിൽ വരുമ്പോ the bench എന്നായി മാറി. അതിന് കാരണം എന്താണെന്ന് അറിയാവോ? നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ബെഞ്ച്. ബസ് സ്റ്റോപ്പിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിലാണ് ആര്? മീനയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബെഞ്ചിനെ കുറിച്ച് അറിയാം. ഒരു ബെഞ്ചിൽ നമുക്ക് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. മീന ഒരു ബെഞ്ചിലായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. ബസ് സ്റ്റോപ്പിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൽ എന്ന് വരുന്നതുകൊണ്ടാണ് നമ്മൾ ദ ബെഞ്ച് എന്നാക്കിയത്. നമുക്ക് അറിയുന്നതാണ്, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. എന്നാലും ഏകദേശം മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ്. ഒരു ബെഞ്ചിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ആ ബെഞ്ചിനെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ദ ബെഞ്ച്, സെയിം സെന്റൻസ് തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ദ ബെഞ്ച് എന്നാക്കിയത്. ഓക്കെ, ജോഷിൻ നാലാമത്തേത് there was a bench at the bus stop. Meena sat on the bench with her friends. Okay, then അഞ്ചാമത്തെ fifth one, it was dash pleasant morning. എന്തായിരിക്കും വരിക? It was a pleasant morning. So you should write there A എന്നവിടെ എഴുതുക. അഞ്ചാമത്തേത് ആദ്യം A ആണ്. It was a pleasant morning. Page number 46. It was a pleasant morning. There was little dash traffic on the road. എന്തായിരിക്കും അവിടെ വേണ്ടത്? There was little dash traffic on the road. എന്താണ്? ആനല്ല, ഏയും അല്ല, ദായും അല്ല. Cross. There is no need of any article. അവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. There was little traffic on the road. അങ്ങനെ പറഞ്ഞാൽ മതി. There was little traffic on the road. Then
Dash cool breeze was blowing and it looked as if there could be dash rain later in the day. Dash cool breeze. അപ്പൊ അവിടെ എന്തായിരിക്കും വരിക? ഡാഷിന് സ്ഥാനത്ത് the cool breeze എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, നമുക്ക് cool breeze-നെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയില്ല. A cool breeze. Yes, a cool breeze. Right there, a cool breeze was blowing and it looked as if there could be കഴിഞ്ഞിട്ട് എന്തായിരിക്കും? There could be no. 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 Cross. There is no need of any article. So, if there could be rain later in the day, appo ode cross ചെയ്താ മതി. Could be കഴിഞ്ഞിട്ട് cross ചെയ്താ മതി. Okay. The next one. Sixth one. Dash school bus did not come on dash time. Dash school bus. A school bus. A school bus എന്ന് അറിയില്ല, നമുക്ക് അറിയുന്നതല്ലേ ഒരു പർട്ടിക്കുലർ ആയിട്ട്. The school bus. The school bus. The school bus. The school bus did not come on dash time. എന്തായിരിക്കും അവിടെ വേണ്ടത്? No. Cross. Yes. Cross. You can put a cross there. അവിടെ ഒന്നും വേണ്ട. The school bus did not come on time. The children didn't mind. ഏഴാമത്തെ, seventh one. Meena asked her mother for dash money to buy ice cream during the break. Mother for The no. cross money. Cross ആണ്, അവിടെ ഒന്നും വേണ്ട. Meena asked her mother for money to buy ice cream during the break. Samuel, please write there. Samuel എഴുതുന്നില്ലേ? Next one. Eighth one. Mummy said she was not carrying her purse but would buy Meena dash ice cream. Dash ice cream. എന്തായിരിക്കും വരിക? An ice cream. Okay. An ice cream എന്ന് പറയാൻ എന്താ കാരണം? ഐസ്ക്രീമിന്റെ ഐ വവൽ ആണ്, അതുകൊണ്ട് എ അല്ല, ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻ ഐസ്ക്രീം at the park in Cross. Cross alla. In the evening. In the evening. എട്ടാമത്തെ ഒന്നാമത്തെ ആൻസർ ആൻ. മീന കഴിഞ്ഞിട്ട് ആൻ ആണ് വേണ്ടത്. മമ്മി സെഡ്. എട്ടാമത്തെ രണ്ടാമത്തെ ഏതാ? The ice cream at the park in the evening. ഏത്? ഏഴാമത്തത് ക്രോസ് ചെയ്താൽ മതി, അവിടെ ഒന്നും വേണ്ട. എട്ടില് മൂന്നിലേതാ? എട്ടാമത്തേത് മൂന്നാമത് ദയാണ് വരുന്നത്.
in the evening. Miss. An ice cream at the park in the evening. An ice cream at the park in the evening. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? Next one. 9th one, last one. Finally, dash bus came. Yes, the bus came. Finally, the bus came and dash children went to. Not cross. Cross alla. The children went to school happily. The children went to school happily. Miss 9th ഒന്നിൽ രണ്ടാമത്തെ Miss 9th one first in 9th one, finally the bus came and the children went to school happily. എട്ടാമത്തേത് an ice cream at the park in the evening. മിസ് 9ൽ 2 പറയുമോ? 9ൽ രണ്ടാമത്തേത് ഇതാ തന്നെ. Finally the bus came and the children went to school happily. മിസ് 9th one first പറയുമോ? 9th one first ഇതാ തന്നെ. രണ്ടും തായാണ് 9th-ന്റേത്. രണ്ടാമത്തെ ക്രോസ് അല്ലേ? യെസ്, ക്രോസ്. ഏത്? അഞ്ചാമത്തേത് രണ്ടാമത്തേത് ക്രോസ് ആണ്. 8th one, an ice cream at the park in the evening. the അങ്ങനെയാണ് വരുന്നത്. ആറാമത്തെ ഒന്ന് പറഞ്ഞുതരുമോ? ആറാമത്തേത് ആണ് ആദ്യം വരുന്നത്, പിന്നെ ക്രോസ്. മിസ് 5ൽ 3. 5ൽ മൂന്നാമത് എ ആണ് വരുന്നത്. എ. 5ത്തെ ഒന്നാമത്തേത് എ. ഏത്? 5ൽ നാലാമത്തേത് ക്രോസ്. ആറാമത്തേത് 1 the school bus. Okay, 8ൽ an ice cream at the park in the evening. ആറാമത്തേന്റെ രണ്ടാമത്തെ പറഞ്ഞോ? ആറാമത്തേത് രണ്ടാമത്തേത് ക്രോസ്. ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ലിങ്ക് ഇടുന്ന സമയത്ത് ഒന്നും കൂടി കണ്ടിട്ട് ആൻസർ നോക്കി എഴുതിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. Then next one, fill in the blanks with the words from the box. Use each word only once. You can see some words in a box. Boxന്റെ ഉള്ളില് കുറച്ച് വേർഡ്സ് കാണുന്നില്ലേ? my, your, their, this, that, those. You can see some words in the box. So you should choose a word and fill the blanks. Use each word only once. ചൂസ് ചെയ്യുന്ന എന്താണ്? കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്തെ വേർഡ്സ് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു വേർഡ് ഒറ്റ തവണയെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒറ്റ പ്രാവശ്യം ഒരു വേർഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൈന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ മൈ ഉണ്ടാവില്ല. അങ്ങനെ. ഫസ്റ്റ് വൺ, ലുക്ക് അറ്റ് ഡാഷ് ബേർഡ്സ് ഓൺ ദ ട്രീ. എന്താണ്? Look at those birds. Those. 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 Look at those birds on the tree. Look at those birds on the tree. Miss രണ്ടാമത്തെ, dash beaks are quite red. Dash beaks are quite red. എന്തായിരിക്കും വരിക? അവരുടെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്, കംപ്ലീറ്റ്ലി ചുവപ്പാണ്. അപ്പൊ എന്തായിരിക്കും വേണ്ടത്?
യുവർ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ്. യുവർ. There. Their. 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 Very good. Their. 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 Mr. First ഒന്നും കൂടെ പറയാവോ? First one, those. 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 Third one. Third one പറയാം. First, second എല്ലാരും എഴുതിയില്ലേ? Yes. First those. Second. First one, those. ഒന്നാമത്തേത് those ആണ്. THOSE. Those. രണ്ടാമത്തേത് their. 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 Okay അല്ലേ? Then third one, I can see them clearly through dash binoculars. My. Yes. എന്റെ ബൈനോക്കുലറിൽ കൂടി എനിക്ക് അവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ my. 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 Next one. Fourth one. കഴിഞ്ഞു. ഏത്? മിസ് ഫില്ലിംഗ് ക്ലാസ് മുഴുവൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യണമല്ലോ. Fourth one, dash bird in the bush here is grey and brown. എന്തായിരിക്കും വേണ്ടത്? This bird in the bush here is grey and brown. This. THIS. This bird in the bush here is grey and brown. Okay. The next one. Fifth one. Yes. That one is a babbler. That. Yes. That one. That one. Last one. Do you bring? Last എന്തായിരിക്കും? Your. Do you bring your bird book? Okay. Do you bring your bird book? അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഒന്ന് മുതൽ 6th വരെയുള്ളത് ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ. First one, those. 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 Second one, their. 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 Third one, my. 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 And fourth one, this. 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 And fifth one, that. 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 Last one, sixth one, your. YOUR. കിട്ടിയില്ലേ എല്ലാവർക്കും? Yes. Then okay, then next one. So ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇപ്പം 4th സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് ടീച്ചർ ഞാനാണ്. അപ്പോ രാവിലത്തെ ക്ലാസ്സിന് 7 മണിക്ക് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ലേ ചില ദിവസങ്ങളില്? ഓക്കെ. അപ്പം മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം, മെസ്സേജ് അയച്ചാൽ മതി. രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര്. ഓക്കെ. ഷഫ്മ, ഗ്രൂപ്പിൽ ഇട്ടോ? ഏത്? L. ഓക്കെ, ഇട്ടുതരാം. Then അപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്, അപ്പൊ നിങ്ങൾക്ക് എന്നോട് പറയാൻ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. So
നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്തുകൂടെ നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ പെട്ടെന്ന് അതും കൂടി ചെയ്താൽ ഈ ലെസൺ തീരും വേറെ ഒന്നുമില്ല ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓക്കെ സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് പേജ് നമ്പർ 61 പേജ് നമ്പർ 61 എടുത്ത് വേഗം Okay. So I will read. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു വെക്കണം. Listen carefully. The tiger gets a fright. You can see the heading of your lesson. I like dried persimmons. I will not cry anymore. Second one. Help! This dreadful thing has caught me. Third. I am too scared to let go. These are 3 sentences. Okay, based on these 3 sentences, you can see one activity. 3 sentences. ഞാൻ വായിച്ചപ്പോഴും എല്ലാവരും കേട്ടു നിങ്ങളും വായിച്ചു എൻ്റെ കൂടെ. So now you can turn your page to 46. 46ലേക്ക് തന്നെ പോവാം. അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. Your teacher will read out some sentences based on the lesson. Who do you think could have spoken them? Circle the correct names. Okay. First, I like dried persimmon. I will not cry anymore. ഇത് ആരെ പറഞ്ഞ ഡയലോഗ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈഗർ ചൈൽഡ് തീഫ് ആരാണ്? ടൈഗർ ആണ്. അപ്പോ സോറി ചൈൽഡ് അല്ലേ പറഞ്ഞത്. I like dried persimmons. I will not cry anymore. എന്താണ്? എനിക്ക് ഡ്രൈഡ് പെർസിമൺ ഇഷ്ടമാണ് ഞാൻ ഇനി കരയില്ല. അത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടി ചൈൽഡ്. Then second one, so you should circle that child. ചൈൽഡിനെ ഒരു റൗണ്ട് ചെയ്ത് വെക്കുക, ഒരു വട്ടം വരച്ചു വെക്കുക അതിന് ചുറ്റും. Second one, help! This dreadful thing has caught me. അത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? Tiger. So circle that one also. Tiger. Tiger-ന് circle ചെയ്യുക. Then last one. I am too scared to let go. Tiger, child, thief. Very good. Thief. So you can circle thief. Okay. Then activity കഴിഞ്ഞു. Take turns in class to tell the story. Each child will say one sentence and the next child will continue the story. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഈ സ്റ്റോറി തന്നെ ഓരോരുത്തരായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ടൈമില്ല, പുതിയ ലെസണിലേക്കൊക്കെ നമുക്ക് പോകണം. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച സ്റ്റോറി തന്നെ ഒന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ അത്. പിന്നെ ഇത് മതി, ഈ പാഠത്തിൽ ഇത് മതി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രാഗൺ ഫീസ്റ്റ്, ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നുമില്ല. ഡ്രാഗൺ ഫീസ്റ്റ് ആണ് അടുത്തത് നമുക്ക് എടുക്കേണ്ട പുതിയ ലെസൺ. മിസ്സേ വർക്ക്ഷീറ്റ് ഉണ്ട് ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ഒക്കെ ആയിട്ട്. വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാം. ഈ ഡ്രാഗൺ ഫീസ്റ്റും കൂടി ഒന്ന് കഴിയട്ടെ കേട്ടോ. ഈ സെമസ്റ്റർ 1 നമുക്ക് തീർക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക്ഷീറ്റ് ചെയ്യാൻ തുടങ്ങാം. കോപ്പി റൈറ്റിംഗ് അല്ലേ നിങ്ങൾക്ക്? കോപ്പി റൈറ്റിംഗ് കോപ്പി റൈറ്റിംഗ് നോട്ട്ബുക്ക് ആണോ അതോ ടെക്സ്റ്റ് ആണോ? ടെക്സ്റ്റ് തന്നെയല്ലേ? ടെക്സ്റ്റ്. അപ്പോ ഫ്രൈഡേ ആവുമ്പോ ഫ്രൈഡേ അല്ലേ, നെക്സ്റ്റ് മൺഡേ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു പേജ്, നിങ്ങൾ ഏത് പേജിലാണോ കോപ്പി റൈറ്റിംഗ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് അതിന്റെ നെക്സ്റ്റ് പേജും കൂടെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഒരു പേജ് 1 പേജ് കോപ്പി റൈറ്റിംഗ് എഴുതിയിട്ട് അയച്ചു തരണം. സാമുവൽ കോപ്പി റൈറ്റിംഗ് മൺഡേ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ. ഓക്കെ.
So next നമ്മള് ഒരു പേജ് 1 പേജ് എഴുതിയാൽ മതി 1 പേജ്. Next lesson is Dragon Feast. Okay, Dragon Feast is a funny poem. It is a poem written by Moira Andrew. Okay, author, name of the poet or the name of the author is Moira Andrew. This poem is written by whom? ആരാണ് എഴുതിയിട്ടുള്ളത് poem? Who wrote this poem? Moira Andrew. Okay, Moira Andrew. Yes, very good. Wrote this poem. Okay, this is a funny poem. In this poem, you can see about a feast to dragon. Dragon എന്താണെന്ന് അറിയില്ലേ? Dragon കേട്ടിട്ടില്ലേ dragon കുറിച്ച്? What's the speciality of a dragon? Dragon എന്താണ്? മിത്തിക്കൽ കഥയിലൊക്കെ ഉള്ളതാണ് ഡ്രാഗൺ. ഡ്രാഗന്റെ പ്രത്യേകത എന്തായിരിക്കും? കഥയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഡ്രാഗനെ കുറിച്ച്? ഫയർ എമിറ്റിംഗ് ആയിരിക്കും, തീ തുപ്പുന്ന ഡ്രാഗൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കഥകളിലൊക്കെ ഉള്ളതാണ്. ശരിക്കും അങ്ങനെ ഡ്രാഗൺ ഒന്നുമില്ല. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രാഗൺ ഫീസ്റ്റ് പഠിക്കാം. ഇപ്പൊ ക്ലാസ് കട്ടാവും. നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കോപ്പി റൈറ്റിംഗ് മൺഡേ എല്ലാവരും സബ്മിറ്റ് ചെയ്യുക ഒരു പേജ് എഴുതിയിട്ട്. ഓക്കെ, ബൈ, താങ്ക് യു. അറ്റൻഡൻസ് എല്ലാവരും മാർക്ക് ചെയ്തില്ലേ? താങ്ക് യു, ബൈ. Thank you, Miss. Bye, Miss.